പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മളെ രാവണപ്രഭു റിലീസാണ്, അപ്പം അത് കാണാൻ വേണ്ടി പോയിട്ട് വരാം. ഇതിൽ പോകാനായിരുന്നു പ്ലാൻ. ഏഴ് മണിക്കാണ് ഷോ. അപ്പം ഇനി സമയമുണ്ട്. സമയം ഇപ്പം 6:15 ഉള്ളൂ. നമുക്ക് പോയിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പോവാം. വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ചായക്കടയാണ്. മധുരം കുറച്ച് സ്ട്രോങ്. തിരുമല ജംഗ്ഷനിലുള്ള ചായക്കടയാണ്. ഇവിടെ കുറച്ചടുത്ത് തന്നെയാണ്. ചായയൊക്കെ കുടിച്ച് നമുക്കിനി തിയേറ്ററിലോട്ട് പോവാം. സമയമുണ്ട്. 6:30 ആവാൻ പോകുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മളെ തിരുമല പാങ്ങോട് മിലിറ്ററി ക്യാമ്പ് ഏരിയ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ രാവിലെ 6, അതായത് ഒരു 5:30 to ഒരു 7-7:30 ഈ സമയത്തൊക്കെ രാവിലെ നടക്കാൻ വരണം. അടിപൊളിയാണ്. കാരണം നിങ്ങൾക്കത് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരു പ്രത്യേക ഒരു എന്തോ പറയാൻ ഒരു അറ്റ്മോസ്ഫിയറാണ് രാവിലെ. അതുപോലെ തന്നെയാണ് വൈകുന്നേരവും. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും എല്ലാം പ്രതീക്ഷകളും സ്വപ്നങ്ങളും എല്ലാം അവസാനിക്കുന്ന ഒരു സ്ഥലത്താണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നിങ്ങളെ അറിയായിരിക്കും ഇവിടെ തച്ചാറുള്ള ശാന്തി കവാടം. എത്രയോ ആഗ്രഹങ്ങളും എത്രയോ പ്രതീക്ഷകളും എത്രയോ സ്നേഹബന്ധങ്ങളും ഇവിടെയാണ് അവസാനിക്കുന്നത്. അതും പരസ്പരം സ്നേഹിച്ചു പോകേണ്ട സമയത്ത് എല്ലാവരും ശത്രുതയും മറ്റതും മറിച്ചത് കൊണ്ട് നടന്ന് എല്ലാം ഇവിടെ തന്നെ ഒന്ന് അവസാനിക്കുന്നത്. ഈ ചിലവർക്ക് ഈ സ്നേഹം കിട്ടാതെ വന്ന് തീരുന്നൊരവസ്ഥയുണ്ട്. അതായത് നമ്മൾ ഒരു വ്യക്തിയെ ഒരുപാട് എത്രയോ നാൾ സ്നേഹിച്ചിട്ട് എന്തെങ്കിലും സാഹചര്യം കൊണ്ട് അത് കിട്ടാതെ മാറി നിന്ന്, പക്ഷെ ഒരിക്കലും അവർ മനസ്സിൽ നിന്ന് പോകില്ല. അതാണ് ഏറ്റവും വലിയ സത്യം. ഒരിക്കലും അവർ നമ്മളെ മനസ്സിൽ നിന്ന് പോകില്ല. ഞാൻ എന്തായാലും റിലേഷനായാലും എന്ത് കാര്യത്താണ് ഞാൻ പറയണത്, നമ്മൾ ഒരിക്കലും അത് നമ്മളെ മരണം വരെ ആ ഒരു വ്യക്തി എപ്പോഴും നമ്മളെ മനസ്സിൽ തന്നെ കാണും. ചിലതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലവ് ആയിരിക്കും, ചിലത് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഏരിയസിൻ്റെ അവിടെയൊക്കെ എത്തി അവിടെ വണ്ടി അങ്ങ് താഴെ കൊണ്ട് വെച്ചാൽ നടക്കില്ല. കാരണം തിരിച്ചിറങ്ങുന്നത് കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് നമ്മളെ തമ്പാനൂർ കഴിഞ്ഞുള്ള റോഡുണ്ടല്ലോ,
അവിടെയാണ് വെച്ചിട്ട് വന്നത്. ഇപ്പം ഏകദേശം സമയം 6:45. അതുകൊണ്ട് ഞാനും എടുക്കോ? கூப்பிடுவாங்க. இന്നലെ கூட போன் செய்தில்லே, அது எவருதான்? தெரியும்டா, நான் சக்திவேல் கவுண்டர். എന്റെ പാർട്ണറാ. കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്, ശേഖരന് വേണാവോ? ഇല്ല, ഉണ്ടോ? ഇഷ്ടമാണ്. നീ ഇപ്പോഴും ഒരു രാമന്റെയും സ്വന്തമല്ല. പിന്നെ എന്തിനാണ് ലങ്കേശ്വര എന്നെ ഈ ടൊയോട്ടോ പ്രാഡോയിൽ നീ തിരിച്ചു കൊണ്ടുവിടുന്നത്? സിനിമ അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ അടുത്ത ഞാൻ പോകാൻ പോണ സ്ഥലം എന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു മുറിവ് എന്നൊരു സ്ഥലമാണിത്. എന്ന് വെച്ചാൽ അതൊരു വ്യക്തിയാവാം, ചിലപ്പം എന്തെങ്കിലും ആവാം, വേറെ ഒന്നുമില്ല. ഞാൻ പണ്ട് 4-5 കൊല്ലം നിന്നൊരു അമ്പലമുണ്ട്, അതായത് പൂജയ്ക്ക് നിന്നൊരു അമ്പലം, മച്ചേരി ദേവീക്ഷേത്രം എന്ന് പറയും. അമ്പലം നല്ല അമ്പലമാണ്, എല്ലാം ശരിയാണ്. പക്ഷെ നമ്മളൊരു പ്രതീക്ഷയും സ്നേഹവും എല്ലാം എനിക്ക് ഒരു എക്സ്ട്രീം ലെവൽ വരെ പോയിട്ട് ഒറ്റയടിക്ക് താഴെ വീണുള്ളൊരവസ്ഥ എന്തായിരിക്കും? ആ വീഴ്ചയിലുള്ള മുറിവ് അത് ഇപ്പോഴും ഉണ്ട്. അത് മരണം വരെ എന്തായാലും കാണും. അത് ആരടുത്തും പറഞ്ഞ ആർക്കും മനസ്സിലാവാനും പോണില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് അമ്പലം, മച്ചേരി ദേവീക്ഷേത്രം എന്ന് പറയും. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അത് ചിലപ്പം എന്തോ പറയാം, അവിടെ നിന്ന് നടന്ന സംഭവമൊക്കെ ഇപ്പോഴും മനസ്സിലതുണ്ട്. ഒരുപാട് ഉള്ളിൽ നീറിയിരിക്കുന്നു പറയണ പോലെ അതിപ്പോഴും ഉണ്ട്. പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആരടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, എനിക്കറിയാം. ഇപ്പോഴും ഞാൻ പോവാൻ ആഗ്രഹിക്കുന്ന ഒരു അമ്പലമാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ആഗ്രഹം വെച്ചുകൊണ്ട് മാത്രമേ ഇരിക്കാനേ എനിക്ക് പറ്റുള്ളൂ. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റുമെങ്കിൽ ഇനി പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞുതരാം എന്താണ് എൻ്റെ ശരിക്കുള്ള അവസ്ഥ എന്ന്. ആഗ്രഹിക്കാത്ത കാര്യമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.